ഇത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഞങ്ങളൊരു കാര്യം പറഞ്ഞു. ഞങ്ങളൊരു കോൺഫെഡറേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് മാത്രമല്ല, ഒരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ആ ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകളും നല്ല കമ്മ്യൂണിസ്റ്റുകാരും വരെ സഹകരിക്കും. ഇപ്രാവശ്യം കേരളത്തിലെ ഞങ്ങൾ വെറുതെ അല്ല പറഞ്ഞത്, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ചിരിച്ചോളാൻ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരോട് UDF പ്രവർത്തകരോട് ഞങ്ങൾ പറഞ്ഞത് അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇടതുപക്ഷ സഹയാത്രികരെ കണ്ടാൽ, കാരണം അവർ നല്ല മനുഷ്യരാണ്, അവർ 3-4 പതിറ്റാണ്ടുകളായി ഇടതുപക്ഷം വന്നാൽ നല്ലത് വരും, കേരളത്തിനൊരു മാറ്റമുണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ നടന്ന ആളുകളാണ്. ഇന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ ആള് ഇവർ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത് ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും, കുഞ്ഞികൃഷ്ണയൊക്കെ പോലുള്ള ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും, അതുപോലെ ഇടതുപക്ഷത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു നടന്ന ഇടതുപക്ഷ സഹയാത്രികരുമാണ്. കവി സച്ചിദാനന്ദൻ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പല സമയത്തും തുറന്നു പറയാൻ ധൈര്യം കാട്ടിയിട്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്. ഇപ്പൊ സാറ ടീച്ചർ പറഞ്ഞല്ലോ ഇന്നലെ, പിണറായി 3 ഒരിക്കലും സംഭവിക്കരുതെന്നാണ് പറഞ്ഞത്. ഒരിക്കലും സംഭവിക്കരുത്, തുടർഭരണം സംഭവിക്കരുത്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്റെ പ്രതിഫലനമാണ് സാംസ്കാരിക പ്രവർത്തകരിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കാരണം പിണറായി 3 എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തലയിൽ കൈവയ്ക്കാണ്. ഇത് 3ാമത് വീണ്ടും വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്ഥിതി എന്താകും എന്ന് സാമാന്യ യുക്തിയുള്ള എല്ലാവരും ആലോചിക്കുന്നു. അപ്പോൾ സാംസ്കാരിക പ്രവർത്തകരും ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകളും എല്ലാവരും ഒരു ഭരണ തുടർച്ച ഉണ്ടാകരുത്, ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അതാണ്, അതിനെ അസഹിഷ്ണുതയോടുകൂടിയാണ് ഇവർ നോക്കിക്കാണുന്നത്. എന്തെല്ലാം പ്രസ്താവനകളാണ് അതിനെതിരായിട്ടും മോശമായിട്ട് അവരെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവർക്കൊക്കെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ എന്നെ ചിലർ വിമർശിച്ചപ്പോൾ എന്താ പറയുക, അവർക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെന്തിനാ അസഹിഷ്ണുത കാട്ടുന്നത്? പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ വിമർശിക്കപ്പെടും. ഇതിപ്പോ പിണറായി ഭരണകൂടമാണ് വിമർശിക്കപ്പെടുന്നത്, അവരുടെ നയസമീപനങ്ങളാണ് വിമർശിക്കപ്പെടുന്നത്, തീവ്ര വലതുപക്ഷ സമീപനമാണ്. അതാണ് ഇത്രയും സാംസ്കാരിക പ്രവർത്തകരെയും ഇടതുപക്ഷ സഹയാത്രികരെയും നിരാശരാക്കിയത്. അതാണ്, തീവ്ര വലതുപക്ഷ രീതിയിലാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്.